മഴക്കാലം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ കെടുതികളും ഇനി വരാം. ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു ജില്ല ആലപ്പുഴയാണ്. അപ്പം ഈ ആലപ്പുഴ എന്ന് പറയുന്നത് വികസന സാധ്യതകൾ ഒരുപാടുള്ള ഒരു പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രം കൂടെയാണ്. അപ്പം മലബാറിൽ നിന്നൊക്കെ ബോട്ട് യാത്രയ്ക്കായിട്ട് മാത്രം വരുന്നവരുടെ എണ്ണം കൂടി വരിക. പക്ഷേ എന്തുകൊണ്ടോ സാംസ്കാരികപരമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുന്ന ആലപ്പുഴയ്ക്ക് വേണ്ടത്ര ഒരു പ്രാമുഖ്യം കിട്ടുന്നില്ല. അവിടെ വലിയ കെടുതികൾ ഉണ്ടാകുന്നു. എന്ത് സംഭവിക്കുന്നത്? അല്ല, അതൊരു വലിയൊരു പഠനം ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. കാരണം ഈ ആലപ്പുഴയുടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആലപ്പുഴയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഒരു പക്ഷേ എനിക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു പ്ലാന്റ് സിറ്റി. അത് വളരെ ഏകദേശം ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ രാജാ കേശവദാസ് ഒരു പ്ലാന്റ് സിറ്റിയാക്കിയതാണ് ആലപ്പുഴ. ആലപ്പുഴയുടെ ഓരോ റിമോട്ട് ഏരിയയിലേക്ക് പോലും ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അവിടേക്ക് എല്ലാ സ്ഥലത്തും വഞ്ചിയിലെത്താനും സൗകര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് ബ്ലോക്ക് തിരിച്ചിട്ടാണ് ആലപ്പുഴ തീരുമാനിച്ചിരുന്നത്. അവിടേക്ക് എല്ലാ സ്ഥലത്തും വഞ്ചിയുടെയും ബോട്ടിൻ്റെയും സൗകര്യങ്ങളുണ്ടായിരുന്നു. യാത്രാ സൗകര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. അവിടെ വെള്ളക്കെടുതി, മഴവെള്ളത്തിൻ്റെ കെടുതികൾ ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ കാണുന്ന കെടുതികളൊന്നും ഒരു നൂറ്റാണ്ടിന് മുമ്പ് അവിടെ ഇല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണ് കുട്ടനാട്. ആ കുട്ടനാട് ഇപ്പോൾ അപ്പർ കുട്ടനാടും ലോവർ കുട്ടനാടും ഒക്കെ വെള്ളം കയറി നശിച്ചു പോവുകയാണ്. ഒരു സാധനം അവിടെ കൃഷി ചെയ്യാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിന് കാരണം കെടുകാര്യസ്ഥതയാണ്. ഇത് അങ്ങനെ അല്ലാതെ കണ്ട് വരുത്തിയ ഒരാളാണ് രാജാ കേശവദാസ്. ഇപ്പം നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, പാഠപുസ്തകങ്ങൾ ഞാനൊക്കെ തന്നെ പണ്ട് പഠിച്ചിട്ടുണ്ട്, കിഴക്കൻ്റെ വെനീസ് എന്നാണ് ആലപ്പുഴയെക്കുറിച്ച് പഠിക്കുക. ഈ വെനീസിൽ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ വെനീസ് ആലപ്പുഴയുടെ മുമ്പിൽ ഒന്നുമില്ലെന്നേ. ആലപ്പുഴ വളരെ വളരെ മുമ്പിലാണ്. ആലപ്പുഴയ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. ആലപ്പുഴയിലേക്ക് എല്ലാ സ്ഥലത്തേക്കും നിങ്ങൾക്ക് ജലമാർഗം സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും. ആലപ്പുഴയിൽ എല്ലാ സ്ഥലത്തേക്കും നിങ്ങൾക്ക് കരമാർഗം സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും. ഈ പാലങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആലപ്പുഴയിൽ ഇത്തരം സൗകര്യങ്ങളുണ്ടായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്കുള്ള പാതയോരങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ ജലപാതകൾ വിനിയോഗിച്ചിരുന്ന ഒരു സ്ഥലം ആലപ്പുഴയാണ്. അതിങ്ങനെ ടൂറിസത്തിന് ഏറ്റവും പ്രയോജനപ്രദമായി ആകുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അങ്ങനെ ആയില്ല. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ആലപ്പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന് ഏറ്റവും പിന്നാക്ക ജില്ലകളുടെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആലപ്പുഴ ജില്ല, മറ്റേ പാലക്കാട് ജില്ല, മറ്റേ കണ്ണൂർ ജില്ല. അപ്പോൾ നമ്മളെന്താ കാരണം എന്ന് ചോദിച്ചാൽ അവിടെയൊക്കെ കമ്മ്യൂണിസം ഉണ്ട് ആണ് കാരണം എന്ന് പറയും. സത്യത്തിൽ കമ്മ്യൂണിസം കൊണ്ടാണ് എങ്കിൽ പോലും ഈ പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായിരുന്ന വികസനത്തെ മുഴുവൻ തടസ്സപ്പെടുത്തിയത് കേരളം ഭരിച്ചിട്ടുള്ള ആളുകളാണ്. അതിന് കൃത്യമായിട്ടുള്ള ചില കണക്കുകളതിനെ സംബന്ധിച്ചുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാംസ്കാരിക നായകന്മാർ ഏത് ജില്ലയിൽ നിന്നാണ്? എറണാകുളം ജില്ലയിൽ നിന്നാണോ? തിരുവനന്തപുരത്ത് നിന്നാണോ? തൃശ്ശൂരിൽ നിന്നാണോ? അല്ലല്ലോ. ഇവരൊക്കെ ജനിച്ചെവിടെയാണ്? കാവാലം നാരായണപ്പണിക്കർ ജനിച്ച അവിടെയാണ്. പി പരമേശ്വരൻ ജനിച്ചത് അവിടെയാണ്. തകഴി ശിവശങ്കരപ്പള്ളി ജനിച്ചത് അവിടെയാണ്. ഇന്ന് തുടങ്ങിയിട്ടുള്ള സാഹിത്യകാരന്മാരുടെ ഒരു പെരുമഴക്കാലമാണ് ശരിക്കും ആലപ്പുഴയിലുള്ളത്. ആലപ്പുഴയിൽ എല്ലാ സ്ഥലത്തു നിന്നും കവികളും കഥാകാരന്മാരുടെ വയലാർ അവിടെ നിന്ന് ജനിച്ചിട്ടുള്ള ആളാണ്. കേരളം കണ്ടുള്ള ഏറ്റവും വിഖ്യാതനായിരിക്കുന്ന എഴുത്തുകാരൻ കവി ജനിച്ചിട്ടുള്ള അവിടെ നിന്നാണ്. ഇവർക്കൊക്കെ ജന്മം കൊടുത്തിരിക്കുന്ന സാംസ്കാരിക തനിമയുള്ള ആലപ്പുഴയെ സംബന്ധിച്ച്, ആലപ്പുഴയ്ക്ക് ഒരു സാംസ്കാരിക പാരമ്പര്യം ആരും പറയുന്നില്ല. നമ്മൾ തൃശ്ശൂരിനാണ് പറയുക, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് പറയും, അല്ലെങ്കിൽ കൊച്ചിയിലാണ് എല്ലാവരും താമസിക്കുന്നതെന്ന് പറയും. കാരണം കൊച്ചിയിൽ താമസിക്കാൻ സൗകര്യമുണ്ടെന്നുള്ളതൊക്കെ ശരിയാണെങ്കിൽ പോലും ആലപ്പുഴയുടേതായിട്ടുള്ള തനതായിരിക്കുന്നൊരു പാരമ്പര്യം ആലപ്പുഴയെ സംബന്ധിച്ചുണ്ട്. ഈ പാരമ്പര്യത്തെ പലപ്പോഴും നമ്മൾ കൃത്യമായിട്ട് പഠനം നടത്തുന്നില്ല. അതുകൊണ്ടാണ് പദ്ധതിയിലാണ് പഠിപ്പിക്കുന്നത്. കിഴക്കിൻ്റെ വെനീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആക്ഷേപിക്കുന്നത് ആലപ്പുഴയെക്കുറിച്ചാണ്. മറിച്ച് ഈ വെനീസിനെ പറയേണ്ടതായിരുന്നു പടിഞ്ഞാറിൻ്റെ ആലപ്പുഴ എന്ന് പറഞ്ഞ് പറയിപ്പിക്കേണ്ടതായിരുന്നു. അത് പറയിപ്പിക്കാൻ നമുക്ക് സാധ്യമായില്ല. കാരണം ഇന്നും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കുമരകത്തേക്കായാലും കൊള്ളാം, മറ്റ് ഉൾനാടൻ ജലഗതാഗതത്തിന് വേണ്ടിയിട്ടാണെങ്കിലും കൊള്ളാം, അവർക്ക് എത്തിച്ചേരുന്ന എവിടേക്കാണ്? അവരൊക്കെ എത്തിച്ചേരുന്ന ആലപ്പുഴയിലേക്കാണ്. ഈ ആലപ്പുഴയുടെ മണ്ണ് ഇന്ന് ശരിക്ക് ഏറ്റവും പിന്നാക്ക ജില്ലയായിട്ട് കേരളത്തിൽ ആലപ്പുഴയെ വളർത്തിയെടുത്തിൽ ഇവർക്ക് പലർക്കും വലിയ പങ്കുണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങൾ വേണ്ടി പറയാം. അവിടെ പുന്നപ്രവയലാർ സമരം വന്നതിൻ്റെ പേരിലാണ്, അവിടെ തൊഴിലാളികളുടെ സമരം വന്നതിൻ്റെ പേരിലാണ്, അവിടുത്തെ കയർ മുഴുവൻ നശിച്ചതിൻ്റെ പേരിലാണ്. അങ്ങനെയല്ല, ഒരു നാടിൻ്റെ സംസ്കാരത്തെ ഗണിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് അവിടെ ഉള്ള കൃഷിയാണ്. ആ കൃഷി എന്തൊക്കെയാണ്? അവിടെ തെങ്ങ് അവിടുത്തെ കൃഷിയാണ്, നെല്ല് അവിടുത്തെ കൃഷിയാണ്, മത്സ്യം അവിടുത്തെ കൃഷിയാണ്. ഈ 3 കൃഷിയായിരുന്നു കേരളത്തെ നിലനിർത്തിയത്. അതായിരുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ എന്ന് പറയുന്നത്. ഈ 3 ഊന്നിക്കൊണ്ടായിരുന്നു. കേരളത്തിന് ലോകം കണ്ടത് ഈ പറയുന്ന മത്സ്യത്തിലും തെങ്ങിലും നെല്ലിൽ കൂടിയായിരുന്നു. ഇന്നിപ്പോൾ അത് മാറി. അതെല്ലാം ഉണ്ടായിരുന്ന ആലപ്പുഴ കൂടിയാണ്. ആലപ്പുഴയായിരുന്നു അതിൻ്റെ കേന്ദ്രം. ശരിക്കതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ സാധിക്കുന്ന വനിതകൾ ഉയർന്നു വന്ന ഏക ജില്ല ആലപ്പുഴയാണ്. KR ഗൗരിയമ്മ അവിടെ നിന്നാണ് വന്നത്, സുശീല ഗോപാലൻ അവിടെ നിന്നാണ് വന്നത്. മറിച്ച് നമ്മൾ ഇവരെയൊന്നും ആക്കില്ല.
എന്ന് വെച്ചാൽ ആലപ്പുഴയെ പരമാവധി അപമാനിക്കുന്ന ഒരു ശ്രമം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്ത് കേരളത്തിന്റെ നെല്ലറ എന്നുകൂടി അറിയപ്പെട്ട ആലപ്പുഴയിൽ കാർഷിക മേഖല തകർന്നു പോയി. കൃഷി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പിന്നോക്കം പോകുന്നു. കയർ വ്യവസായം തകർന്ന് തരിപ്പണമാകുന്നു. അപ്പോൾ മാറി മാറി വരുന്ന സർക്കാരുകൾ എപ്പോഴും വെള്ളം കയറുന്ന വികസനം എത്തി നോക്കാത്ത ഒരു മേഖലയായിട്ട് ആലപ്പുഴ അവിടെ കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ആലപ്പുഴയുടെ വികസനം, ആദ്യകാലത്തുണ്ടായിരുന്ന വികസനം, ഇപ്പം നേരത്തെ കുട്ടനാടിനെ കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിളിച്ചിരുന്നു. കാരണം കേരളത്തിൻ്റെ അരി കിട്ടിയിരുന്നത്, കേരളത്തിന് ഭക്ഷണം കിട്ടിയിരുന്നത് അവിടെ നിന്നാണ് കിട്ടിയിരുന്നത്. അവിടെ നിന്ന് കൊണ്ടുവന്ന് അരി ഉപയോഗിച്ചിട്ടാണ് കേരളം മുഴുവൻ അത് ഉപയോഗിച്ചിരുന്നു. ഇന്നിപ്പോൾ അവിടെ നിന്ന് അരിയില്ല എന്നിപ്പോൾ അവിടെ നിന്ന്. മറിച്ച് നമ്മളിന്ന് അരി കൊണ്ടിരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കൊണ്ടിരുന്നത്, പച്ചക്കറി കൊണ്ടിരുന്നത് നമ്മളിന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടിരുന്നത്. അങ്ങനെ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ കേരളത്തിനെ ആശ്രയിക്കുകയും കേരളത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായിരിക്കുന്ന ആലപ്പുഴ ജില്ലയെ പിന്നാക്കം കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. അതിനവർ കുറ്റം പറയുന്നത് സർ സി പി രാമസ്വാമി അയ്യരായിരിക്കും ചിലപ്പോൾ കുറ്റപ്പെടുത്തുക. സർ സി പി രാമസ്വാമി അയ്യർക്കായിരുന്നില്ലല്ലോ അതിന് കുറ്റമുള്ളത്. കുറ്റപ്പെടുത്തി യഥാർത്ഥമായിട്ടുള്ള കുറ്റവാളികൾ കേരളം ഭരിച്ചിട്ടുള്ള ആളുകളാണ്. കേരളം ഭരിച്ചിരിക്കുന്ന, കേരളത്തിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റ മുഖ്യമന്ത്രി കേരളത്തിൽ ഒരാളുണ്ടായി, കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഈ പറയുന്ന മുഖ്യമന്ത്രിമാരടക്കം VS അച്യുതാനന്ദനും AK ആന്റണി അടക്കം അവരുടെ സംഭാവന എന്താണ് ആലപ്പുഴയുടെ വികസനത്തിൽ? അവർക്ക് അവർ വല്ല സംഭാവന നടത്തി. ഇപ്പം തന്നെ നമുക്കറിയാവുന്നത് 986 തുടങ്ങിയിട്ട് ഫ്രീസ് ചെയ്തിട്ടുള്ള റോഡുകളാണ് ആലപ്പുഴയിൽ. ഇപ്പോഴാണ് 39 കൊല്ലത്തിന് ശേഷമാണ് അതിന് പോലും ശാപമോക്ഷം കിട്ടിയത്. ഈ പറയുന്ന AK ആന്റണി കേരളത്തിന് മുഖ്യമന്ത്രിയായല്ലോ, ഉണ്ടായില്ലോ ആ സമയത്ത് വികസനം. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായല്ലോ. എല്ലാ സാധനവും അടിച്ചു പൊളിച്ച് കളയുന്ന VS അച്യുതാനന്ദൻ, അദ്ദേഹം പോലും ഇവരാരും ഇരുന്നിട്ട് പോലും ആലപ്പുഴയെ സംബന്ധിച്ച് ഇവരാരും ഒരു ഗൗരവമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ് വസ്തുത. ആലപ്പുഴയ്ക്ക് എല്ലാ മേഖലയിലും സാധ്യതയുണ്ട്. ആലപ്പുഴയ്ക്ക് സാംസ്കാരികപരമായിട്ടുള്ള ഔന്നത്യമുണ്ട്, ആലപ്പുഴയ്ക്ക് കാർഷികപരമായിരിക്കുന്ന ഔന്നത്യമുണ്ട്, ആലപ്പുഴയ്ക്ക് രാഷ്ട്രീയപരമായിരിക്കുന്ന ഔന്നത്യമുണ്ട്. ആലപ്പുഴയ്ക്ക് സമസ്ത മേഖലയിലും ഒരു എഴുത്തുകാരന് ഏറ്റവും പ്രിയപ്പെട്ട, അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തിൻ്റെ പേര് ചോദിച്ചാൽ സംശയമില്ലാതെ ആലപ്പുഴയാണ്. ഇപ്പോൾ കുമരകത്തേക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന എഴുത്തുകാർ എല്ലാവരും ചെയ്യുന്ന ആലപ്പുഴയുടെ ആ ഒരു ഭൂപ്രകൃതി കണ്ടാൽ മതി, ആ കായലോരങ്ങൾ കണ്ടാൽ മതി, ആ പുഴയോരങ്ങൾ കണ്ടാൽ മതി, ആ ഗ്രാമപ്രദേശങ്ങൾ കണ്ടാൽ മതി, അവിടുത്തെ നെല്ലറകൾ കണ്ടാൽ മതി. ഏത് കവിക്കും, കവിത്വമില്ലാത്ത കവിക്ക് പോലും കവിത രചിക്കാൻ സാധിക്കുന്ന ആലപ്പുഴയുടെ മണ്ണിൽ നിന്നാണ്. ഈ ആലപ്പുഴയാണ് കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായിട്ട് കേരളം ഭരിച്ച ആളുകൾ ആസൂത്രിതമായിട്ട് നശിപ്പിച്ചെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് പറയേണ്ടി വരും നമുക്കത്. നമ്മുടെ അനുഭവം ശരിക്കതാണത്. ആലപ്പുഴയുടെ ഒരു പ്രദേശവും പിന്നാക്ക പ്രദേശങ്ങളല്ല. ആലപ്പുഴയിലെ എല്ലാ പ്രദേശങ്ങളും മുന്നാക്ക പ്രദേശങ്ങളാണ്. കേരളത്തിൻ്റെ മാതൃകയുള്ള സ്ഥലമാണ് ആലപ്പുഴ. ഈ ആലപ്പുഴയാണ് നമ്മൾ ഏറ്റവും പിന്നാക്കം കൊണ്ടുപോകുന്നത്. ആലപ്പുഴയിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട എല്ലാ വിഭവങ്ങളും, ഈ നെല്ലായാലും കൊള്ളാം, തെങ്ങായാലും കൊള്ളാം, മത്സ്യമായാലും കൊള്ളാം, അതൊന്നും ആർക്കും വേണ്ടാത്ത രീതിയിൽ അതിനെതിരായിട്ടുള്ള കുപ്രചനങ്ങൾ. ഞാൻ ചെറിയ ഉദാഹരണം കൊണ്ട് പറഞ്ഞാൽ, ആദ്യത്തെ മെഡിക്കൽ കോളേജുകളൊന്നും ആലപ്പുഴയിലാണ്. അത് ഗൗഡസാരസ് ബ്രാഹ്മണൻ എന്ന് പറയുന്ന പിന്നാക്ക സമുദായക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജാണ് സർക്കാർ ഏറ്റെടുത്തത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരൊറ്റ മെഡിക്കൽ കോളേജാണ് ഏറ്റെടുത്തത്. ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഏറ്റെടുത്തത് ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജാണ് നശിപ്പിച്ച് കളയുന്നത്. ഇന്ന് കേരളത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജിൻ്റെ ലിസ്റ്റിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഇല്ല. അത് സ്ഥാപിച്ചത് തിരുമല ദേവസ്വക്കാരാണ്. അവർക്ക് രാജാവ് കൊടുത്ത ഭൂമിയിലാണ് ആ കോളേജ് പണിതത്. അവരുടെ പണം ഉപയോഗിച്ചാണ് പണിതത്. അത് സർക്കാർ കയറിയിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. ഇവിടെ ഈ മുണ്ടശ്ശേരി മാഷിൻ്റെയൊക്കെ വിദ്യാഭ്യാസ ബില്ലിന് ശേഷം അത് ഏറ്റെടുക്കുകയായിരുന്നു. ഈ തരത്തിൽപ്പെട്ട നീചപ്രവർത്തികൾ ചെയ്തതിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരന് പങ്കുണ്ട്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരന് പങ്കുണ്ട്, കേരളം ഭരിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഈ കാര്യത്തിൽ പങ്കുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ആലപ്പുഴയിലെ ഈ വെള്ളത്തിൻ്റെ ഒരു വെള്ളക്കെട്ട് മൂലം പ്രയാസം അനുഭവിക്കുന്നതാണ് ഓരോ മഴക്കാലത്തും നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ശാശ്വത പരിഹാരം കാണാത്തത്? ഇപ്പം കുട്ടനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സമുദ്രനിരപ്പിനെക്കാട്ടി ഉയർന്നു താഴ്ന്നു എന്നൊക്കെ പറഞ്ഞുള്ള സാങ്കേതികമായ പ്രശ്നം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമുണ്ടല്ലോ, അതിപ്പോഴും പരിഹരിക്കുന്നില്ല. മണ്ണ് മാറ്റേണ്ടടുത്ത് മണ്ണ് മാറ്റുന്നില്ല. നദിയിലെ മാലിന്യങ്ങൾ, ഇപ്പോൾ ഈ ടൂറിസ്റ്റുകൾ ഏറെ വരുന്നു, അവിടുത്തെ മാലിന്യങ്ങൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്നില്ല. അപ്പോൾ കിട്ടുന്നിടത്തോളം കിട്ടിക്കോട്ടെ, അത് സർക്കാരിന് നേട്ടമാകട്ടെ, അല്ലാത്തടത്തോളം അവർ നശിച്ചോട്ടെ. ഈ ഒരു ചിന്താഗതി എന്നാ ഇനി മാറേണ്ടത്? അല്ല, അതാണ് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ എല്ലാ സർക്കാരുകളും ആര് ഭരിച്ചാലും, ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും, കേരളത്തിൻ്റെ സർക്കാരുകളുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആലപ്പുഴയോടുള്ള സമീപനം അതാണ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ, കായലിൽ മാലിന്യം വലിച്ചെറിയുന്നു. ഈ മാലിന്യം നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റ് ചെയ്യാം.
അത് വേണമെങ്കിൽ വളമായിട്ട് ഉപയോഗിക്കാം, അത് മറ്റു കാര്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യേണ്ടതാണ് ശരിക്കത്. ഈ ടൂറിസത്തിന് കേരളത്തിൻ്റെ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായിട്ട് ആലപ്പുഴ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇവർ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയല്ലോ. ആ വിദേശ രാജ്യങ്ങളിലുള്ളതിനേക്കാളെല്ലാം കൂടുതൽ സൗകര്യമുള്ളത് ആലപ്പുഴയാണ്. ഈ ആലപ്പുഴയുടെ സൗകര്യങ്ങൾ ഒന്നും വിനിയോഗിക്കുന്നില്ല. അത് ഉപയോഗിക്കാതെ കണ്ട് ആലപ്പുഴക്കാർ നിത്യപട്ടിണിയിൽ. ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിലെ തൊഴിലാളികൾ നോക്കിയാൽ എറണാകുളം ജില്ലയിൽ ടാക്സി ഓടിക്കുന്നവർ കണക്കെടുത്താൽ അതിൽ ഭൂരിപക്ഷം പേര് ആലപ്പുഴക്കാരാണ്. കാരണം അവർക്ക് ആലപ്പുഴയിൽ ജോലി കിട്ടില്ല, അവർക്ക് എരമല്ലൂർ ജോലി കിട്ടില്ല, ആലപ്പുഴയിൽ കിട്ടില്ല, അമ്പലപ്പുഴയിൽ കിട്ടില്ല, ഹരിപ്പാട് കിട്ടില്ല, അവർക്ക് ജോലിയെ കിട്ടില്ല. അവർ ജോലിക്ക് കുട്ടനാട്ടിൽ ജോലി കിട്ടാതെ കണ്ട് അവിടെയുള്ള ആളുകൾ മുഴുവൻ എറണാകുളത്തേക്ക് അവർ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, പാസഞ്ചറിൽ. വൈകുന്നേരം തിരിച്ചൊരു പാസഞ്ചറിൽ പോകും. പക്ഷേ നമ്മൾ ആ സ്ഥലത്തേക്ക് മെട്രോ വ്യാപിപ്പിക്കില്ല. വേണമെങ്കിൽ മെട്രോ എന്ന് പറയുന്ന സംഗതി ലാഭകരമാകണമെങ്കിൽ അനിവാര്യമായിരിക്കുന്നത് ചേർത്തലയ്ക്കാണെന്ന് കിട്ടുന്നത്. ചേർത്തലയാണ് പോപ്പുലേഷനുള്ള സ്ഥലം. ഏറ്റവും കൂടുതൽ ആലപ്പുഴക്കാരാണ് എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവരെ ഒന്നും വിനിയോഗിക്കാൻ സാധ്യമാകാതെ കണ്ട് ആലപ്പുഴയെ ഒരു നിത്യനരകമായിട്ട് ഏറ്റവും പിന്നാക്ക ജില്ലയായിട്ട് മാറ്റുന്ന കാര്യത്തിലാണ് ഇവിടുത്തെ ഭരണാധികാരികളുടെ ശ്രദ്ധ. അതിപ്പോൾ വേണമെങ്കിൽ പിണറായി വിജയന് VS അച്യുതാനന്ദനോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതുകൊണ്ട് മാത്രമല്ലല്ലോ. അല്ലെങ്കിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് KR ഗൗരിയമ്മയോടുള്ള ഇഷ്ടക്കേടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് മാത്രമല്ല, ഇവിടെയുള്ള ഏതാണെങ്കിലും ആലപ്പുഴ ജില്ലയോട് കാണിക്കുന്നൊരു അവജ്ഞ അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സിനെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്തത്. കേരളത്തിൻ്റെ വരുമാനം ലോട്ടറി കൂടിയല്ല വരേണ്ടത്. കേരളത്തിൻ്റെ വരുമാനം കള്ളി കൂടി മാത്രമല്ല വരേണ്ടത്. കേരളത്തിൻ്റെ വരുമാനങ്ങൾ വരുന്നതിന് കൃത്യമായിട്ടുള്ള ടൂറിസത്തെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ സാധിക്കണം. അതിന് ഏറ്റവും പാകപ്പെട്ട മണ്ണെന്ന് പറയുന്നത് ആലപ്പുഴയുടെ മണ്ണാണ്. ഈ ആലപ്പുഴയുടെ മണ്ണിൽ കൂടി തന്നെയാണ് കേരളത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും. അത് രണ്ടും നേടേണ്ടത് ആലപ്പുഴയിൽ കൂടി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇനിയെങ്കിലും വരുന്ന സർക്കാരുകൾ ആലപ്പുഴയുടെ വികസനത്തിനായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മഴക്കാലത്ത് എന്തൊക്കെ ദുരന്തമാണ് അവർ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മളങ്ങനെ കണ്ടുവരും. കാരണം അവർ അടുത്ത കാലത്ത് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണ്. ഇന്നലെ തന്നെ ഇന്ന് കാലത്ത് തന്നെ കുട്ടനാട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ മണ്ണെടുക്കാത്തതുകൊണ്ടുള്ള പ്രശ്നം, തണ്ണീർമുക്കം ബണ്ടിൻ്റെ പ്രശ്നം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ഈ പ്രശ്നങ്ങൾ നിരന്തരമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പർ കുട്ടനാട്ടിനെക്കുറിച്ച് പുസ്തകങ്ങൾ വരെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആരും വായിക്കുന്നില്ല, ആരും പഠിക്കുന്നില്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കുന്നില്ല. ഏതാണെങ്കിലും അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ബോധപൂർവമായിട്ടുള്ള പരിശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അല്ലെങ്കിൽ ആലപ്പുഴക്കാർ ശക്തമായിട്ട് പ്രതികരിക്കണം എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.